IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി തിരുവനന്തപുരം DCP ഫറാഷ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിനെ നമ്മളിവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കാൻ പോവാണ്. ഇനി കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെയായിട്ട് നടത്തും. ഇല്ല, നമ്മളിപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്ന് ഇന്ന് ഹാജരാക്കുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് പ്രൊസീജിയറായിട്ട് ചെയ്യേണ്ടത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അത് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തും. ഷീജ തന്നെയാണ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷീജ, ഇപ്പോൾ ഇയാളെ ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള പ്രാഥമികമായ നിയമപരമായ നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങണം, വിശദമായ ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ്, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു കൊച്ചിയിലെ സെൻട്രൽ സ്റ്റേഷനിൽ സുഗാന്ത് കീഴടങ്ങിയത്. തുടർന്ന് ഇന്നും പുലർച്ചെയാണ് പോലീസ് ഇവിടുത്തെ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് കൊച്ചിയിൽ നിന്നും സുഗാന്തിനെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. തുടർന്ന് ഇപ്പോഴേതായാലും അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും സുഗാന്തിനെ. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി സുഗാന്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. DCP ഫറാഷും അത് തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി പോലീസ് നൽകുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചാറ്റ് വിവരം, ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റ് വിവരം പുറത്തു വന്നത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ ഉദാഹരണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഈ സുഗാന്തിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പോലും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി പോലീസ് സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മനു, ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.